ഞാൻ പഴമയുള്ളൊരു കറി ഉണ്ടാക്കുമോ ഞങ്ങളുടെ വീടുകളിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. തന്നെ കിളത്ത കപ്പള ദൈവം തന്നെ കിളിപ്പിച്ച്. ബാക്കിൽ നിന്റെ ബാക്കിൽ ഒരെണ്ണം ഉണ്ട്, കൂടാതെ 3 ഇവിടെ ഉണ്ടായിരുന്ന. അതിൽ 2 ആൺകപ്പളായിരുന്നു. അത് പിന്നെ വെട്ടിക്കളയുമല്ല, JCB കൊണ്ട് അടുപ്പിച്ചു. പിന്നെ ഒരെണ്ണം ആ സൈഡിലായിരുന്നു. അപ്പം ഈ ഹിറ്റാച്ചി വന്ന് മണ്ണിടുമ്പോൾ അതിലേക്ക് ശല്യമായതുകൊണ്ട് അപ്പോൾ പറഞ്ഞു അതങ്ങ് പറിച്ചു മാറ്റിക്കോ, സാരിയില്ല, കപ്പള ഇഷ്ടം പോലെ കിളുത്തിട്ടുണ്ടല്ലോ എന്ന് ഞാനും പറഞ്ഞു പറിച്ചു മാറ്റാം. അവർക്ക് ഒരുപാട് അസൗകര്യം ഉണ്ടാക്കി കൊടുത്താൽ പറ്റൂലല്ലോ. പിന്നെ എന്നാന്നോ ഈ മെറ്റലും എംസാൻഡും ഒക്കെ ഇറക്കിയപ്പോഴും ആ ടിപ്പർ വണ്ടിക്കും പ്രശ്നമായിരുന്നു, അങ്ങോട്ട് മറിക്കമ്പേ. ഇപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ എന്നാലും ഇനിയിപ്പോൾ കാറ്റ് വന്ന് പോയിരുന്നാൽ മതി മറ്റതുപോലെ. ഇവിടെ അത്രയും കാറ്റ് പിടിക്കൂലായിരിക്കും. അപ്പം ഇതിൻ്റെ ചോട്ടിലെല്ലാം ഈ വേനൽക്കാലത്ത് കരിയിലൊക്കെ ഇട്ട് പുല്ല് അവിടെ കിടന്നൊക്കെ വറങ്ങി ചെയ്തിട്ടത്. അതെ ഇപ്പം വീണ്ടും പുല്ലും കാടുമായി. മറ്റേതിൻ്റെ ചോട് പിന്നെ വെട്ടിച്ചതും അവിടെ വെട്ടി ക്ലീനാക്കിയ ഏരിയ ആയതുകൊണ്ട് അതിൻ്റെ ചോട് ക്ലീനായിട്ടാണ് കിടക്കണം. അപ്പം ഇനി നമുക്ക് അകത്തേക്ക് പോകാം. വെയിലായി, അത് അപ്പയ്ക്ക് ഗ്രീൻ ടീ കുടിക്കേണ്ട സമയമായി. തെങ്ങിൻ്റെ മോള് വീണത് നമ്മൾ കാണിച്ചിട്ടുണ്ടല്ലോ. നമുക്ക് പോകാം അകത്തേക്ക്. കണ്ടോ ആഞ്ഞിലിക്കുരു വീണ് കിടക്കണുണ്ടോ? ഒരു ആഞ്ഞിലിച്ചക്ക പോലും നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. നിറച്ച് കുരു വീണ് കിടപ്പുണ്ട്, എവിടെയൊക്കെ വീണ് കിടപ്പുണ്ട്. പച്ചമാങ്ങ ഇങ്ങനെ കുറേ കാണുമ്പോൾ തന്നെ അമ്മയ്ക്ക് ഹരമാണ് കേട്ടോ. പഴയകാലത്തെ കുറേ റെസിപ്പീസൊക്കെ ആളുടെ കയ്യിലുണ്ട്. അതിലൊന്നാണ് നമ്മുടെ മാങ്ങാത്തൊലി. ഇത് മാങ്ങാത്തൊലി ഉണങ്ങാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. അപ്പം അതിൻ്റെ കുറച്ച് ഭാഗം കൊണ്ട് വേറൊരു കറിയും കൂടെ ഉണ്ടാക്കി. അതെന്താന്ന് കാണണ്ടേ? കാണിച്ചു തരാം കേട്ടോ. രാവിലെ 10:45 സമയം ഞാൻ പഴമയുള്ളൊരു കറി ഉണ്ടാക്കുമോ ഞങ്ങളുടെ വീടുകളിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതായത് ഉണക്ക ചെമ്മീനും പച്ച മാങ്ങയിട്ട് തേങ്ങ അരച്ച കറി. അതായത് ഉണക്ക ചെമ്മീൻ നമ്മൾ തലയും വാലും കിള്ളി വെച്ച് ഒന്ന് ചൂടാക്കും, ജസ്റ്റ് ഒന്ന് ചൂടാക്കും, ഒരു ടേസ്റ്റ് കൂട്ടാനാ. അത് കഴിഞ്ഞിട്ട് കഴുകി എടുത്തേച്ച് മഞ്ഞള് ഉപ്പ് ഇങ്ങനെ വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് മാങ്ങയിട്ട് വേവിക്കാൻ വെച്ചേക്കണ രംഗാണ് ഈ കാണുന്നത് കേട്ടോ. വെള്ളമൊക്കെ വറ്റി മാങ്ങയും ചെമ്മീനും ഒക്കെ വെന്തു. അരപ്പ് ചേർക്കും. അരപ്പിൽ എന്നാക്കി ചേർത്തേക്കണേന്ന് ഞാൻ പറയാം കേട്ടോ. അരപ്പിൽ തേങ്ങ, ചുമന്നുള്ളി, ഒരു തരി ജീരകം, എരിവ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് അരച്ചതാണ്. നന്നായിട്ട് അരഞ്ഞാൽ അത്രയും നല്ലതാട്ടോ. ഏറ്റവും നന്നായിട്ട് അരയണതാണ് ഏറ്റവും നല്ലത്. ചേർക്കുക. ഇച്ചിരി വെള്ളം ഒഴിക്കേണ്ടി വരും. കഴുകി ഒഴിക്കാം നമുക്ക്. ചാറിന് കഴുകി ഒഴിക്കുവാണേ. ഇച്ചിരിയുടെ ചാറ് വേണം, ഇരുന്ന് പൊഴുക്കും, അതുകൊണ്ടാട്ടോ. മതിയോ? പച്ചച്ചെമ്മീൻ പോലെ അതിൽ നിന്നൊന്നും ഇറങ്ങാനില്ല. അതുകൊണ്ട് കൂടുതൽ നിറപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് നേർത്തു പോകും, കൊഴുപ്പിറങ്ങാനില്ലല്ലോ. കട പൊട്ടിച്ചിട്ട് വേണം. കടുകും ഉള്ളി വേപ്പില കരി വേപ്പിലേ ഉള്ളൂ. ഇനി പറിച്ചെടുക്കണം കേട്ടോ. കംപ്ലീറ്റ് ഇന്നലത്തോടു കൂടി പറിച്ചു വെച്ചാൽ എല്ലാം തീർന്നു. നീ ഇളക്കി കാണിക്കാം കേട്ടോ. പടം എടുത്ത് വന്നിട്ട് ഇളക്കട്ടെ. ഉണക്ക ചെമ്മീനും പച്ചമാങ്ങയും തേങ്ങ അരച്ച കറി. പണ്ടത്തെ കറിയാണ് നൊസ്റ്റു. അപ്പയ്ക്ക് അത്ര താല്പര്യമില്ല പച്ചച്ചെമ്മീൻ ഇട്ട് വെക്കണ ഇഷ്ടം. എനിക്കിഷ്ടാട്ടോ ഈ കറി ചെറുപ്പത്തിലേ മുതലേ. ഈ ഉണക്ക ചെമ്മീനും പച്ചമാങ്ങയും ചേർത്തിട്ടുള്ള ഈ ചാറേറി ഉണ്ടല്ലോ, നല്ല രുചിയാണ്. രുചി എന്ന് പറയുമ്പോൾ ഒരു നൊസ്റ്റാൾജിയ, അതായത് ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു രുചിയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പണ്ടൊക്കെ ചെറുപ്പത്തിലെ സ്ഥിരം അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു കറിയാ. ഇപ്പൊ നന്നായി കുറുകിയിലോ. ഞാൻ പറഞ്ഞില്ലേ, നന്നായി കുറുകി. ഉണക്ക ചെമ്മീൻ, പച്ചമാങ്ങ, പച്ചത്തേങ്ങ അരച്ച് വെച്ചത്. പാകം പുളിയാട്ടോ, അധികം പുളിയൊന്നുമില്ല. അങ്ങനെ ഞാൻ ഊണ് കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഉണക്കച്ചെമ്മീനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് പച്ചച്ചെമ്മീൻ ഇടുന്നതാണ്. കാരണം അപ്പോൾ ചെമ്മീനിൽ നിന്നൊക്കെ നല്ല ഫ്ലേവർ ഇറങ്ങുമല്ലോ. ഇതിപ്പോൾ അധികം ഇറങ്ങാനൊന്നുമില്ല, എങ്കിലും നല്ല ടേസ്റ്റിയാണ്.